ഒരു വേനൽക്കാലത്തെ ഉച്ചനേരം മണ്ണിൽ നിന്നുയർന്ന പൊടിക്കാറ്റ് വഴികളെ ഒന്നും ശരിക്ക് കാണാത്ത വിധം അദൃശ്യമാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ പാതകളിൽ ആ കാലത്ത് എല്ലാവർക്കും സഞ്ചാര അനുമതി ഉണ്ടായിരുന്നില്ല. പൊതുവഴികൾ പോലും ഉയർന്നവരെന്ന് കരുതപ്പെട്ടവർക്ക് മാത്രമുള്ള അവകാശമായിരുന്നു. താഴ്ന്നവർ എന്ന് വിളിക്കപ്പെട്ട മനുഷ്യർ ആ വഴിയിൽ കാലുവെച്ചാൽ അത് കുറ്റമായി കണക്കാക്കി അവരെ അടിച്ചോടിക്കുകയോ ചങ്ങലയിൽ ബന്ധിക്കുകയോ ചെയ്തിരുന്ന ഒരു കാലം. അങ്ങനെയൊരു ദിനത്തിൽ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു കാളവണ്ടി പതിയെ മുന്നോട്ട് വന്നു. ആദ്യം എല്ലാവരും കരുതി അത് ഏതോ മേലാളന്റെ വണ്ടിയാണെന്ന്. കാരണം കാളവണ്ടി പോലുള്ള യാത്രാ സൗകര്യം അടിമകൾ എന്ന് മുദ്രകുത്തിയ മനുഷ്യർക്ക് അനുവദിച്ചിരുന്നില്ല. പക്ഷെ വണ്ടി എടുത്തെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടി. അതിലിരുന്നത് ഒരു മേലാളനല്ല, പുലയർ കുടുംബത്തിൽ പിറന്ന ഒരു യുവാവ്. നെറ്റിയിൽ ധൈര്യത്തിന്റെ തീ, ചുണ്ടിൽ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരി. എല്ലാവരും മനസ്സിൽ ഒരു ചോദ്യമുയർത്തി. ഇത്ര ധൈര്യത്തോടെ വരുന്ന ഇവൻ ആരാണ്? അവൻ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മഹാത്മാ അയ്യങ്കാളി. ആ വില്ലുവണ്ടിയുടെ യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. അത് അടിമത്തത്തിനെതിരായ ഒരു മുഴക്കമായിരുന്നു. ഞങ്ങളും മനുഷ്യർ എന്ന പ്രഖ്യാപനവുമായി ആ വണ്ടി മുന്നോട്ട് നീങ്ങി. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തിനടുത്തുള്ള വള്ളിക്കോട് ഗ്രാമത്തിൽ ഒരു പുലയർക്കുടിൽ അയ്യങ്കാളി ജനിച്ചു. ദാരിദ്ര്യവും അനീതിയും നിറഞ്ഞ ബാല്യം അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുണ്ട ലോകം തുറന്നു കാട്ടി. ഭൂമി ഉടമകളുടെ ചൂഷണവും മേലാളന്മാരുടെ അപമാനവും കുടുംബത്തിന്റെ നിത്യജീവിത പോരാട്ടങ്ങളും അവന്റെ ഹൃദയത്തിൽ ഒരു തീപ്പൊരി ജനിപ്പിച്ചു. ഇനി മാറ്റം വേണം. പുലയർ കുട്ടികൾക്ക് കളിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. പൊതുവഴിയിൽ നടന്നാൽ അടിയും അവഹേളനവും. സ്കൂളുകളിൽ കയറാൻ വിലക്ക്, ക്ഷേത്രങ്ങളുടെ അടുത്തേക്ക് പോകാൻ നിരോധനം, കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലം. പക്ഷേ അയ്യങ്കാളിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉറച്ചു. അറിവാണ് മോചനത്തിന്റെ താക്കോൽ. വിദ്യാഭ്യാസം മാത്രമാണ് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ശക്തമായ ആയുധം. 1904 അയ്യങ്കാളി ഒരു ധീരമായ ശ്രമം തുടങ്ങി, പുലയർ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കാൻ. പക്ഷെ സമൂഹം ക്രൂരമായി പ്രതികരിച്ചു. കുട്ടികളെ അടിച്ചോടിച്ചു, സ്കൂളുകൾ കത്തിച്ചു, അധ്യാപകർക്ക് ഭീഷണി നേരിട്ടു. എന്നിട്ടും അയ്യങ്കാളി തളർന്നില്ല. വിദ്യ വേണം, അറിവ് വേണം, അതാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്ന വാൾ എന്നവൻ ഉറക്കെ പ്രഖ്യാപിച്ചു. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നയാൾ ഉറക്കെ പറഞ്ഞു. വർഷങ്ങളോളം പ്രതിഷേധവും സമരവും തുടർന്നപ്പോൾ ഒടുവിൽ സർക്കാർ വഴങ്ങി. ദളിതർക്ക് വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറന്നു. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റമായി. വിദ്യാഭ്യാസം നേടിയവർ തൊഴിലും മാന്യതയും ആവശ്യപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അടിമകൾ എന്ന് മുദ്രകുത്തപ്പെട്ട ഈ മനുഷ്യർ മനുഷ്യന്റെ പോലും വിലയില്ലാതെ പുലർച്ചെ മുതൽ രാത്രി വരെ വെറും ഭക്ഷണത്തിനായി അടിമകളെ പോലെ ജോലി ചെയ്തു. അന്ന് അയ്യങ്കാളി പറഞ്ഞത്, ഇനി മതി, ഞങ്ങൾ മനുഷ്യരാണ്, മാന്യമായ വേതനവും ജീവിതവും ഞങ്ങൾക്ക് വേണം. അങ്ങനെ തുടങ്ങി മലയാള ചരിത്രത്തിലെ ആദ്യത്തെ വലിയ തൊഴിലാളി സമരം കേരളം കണ്ടു. ചാലൈ സമരം. മാസങ്ങളോളം നീണ്ട പോരാട്ടം. അടികളും ഭീഷണികളും നേരിട്ടെങ്കിലും തൊഴിലാളികൾ പിന്മാറിയില്ല. ഒടുവിൽ അവർ വിജയിച്ചു. മെച്ചപ്പെട്ട വേതനവും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും മനുഷ്യാവകാശങ്ങളും അവർ നേടിയെടുത്തു. സമരവിജയം നിലനിർത്താൻ ഒരു സംഘടന വേണമെന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞു. അങ്ങനെ 1907 സുജന പരിപാലന സംഘം രൂപീകരിച്ചു. ദളിതരെ ഒന്നിപ്പിക്കുക, അവകാശങ്ങൾക്കായി പോരാടുക, വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുക, സ്ത്രീകൾക്കും പൊതുവഴികൾക്കും ക്ഷേത്രങ്ങൾക്കും വേണ്ടി നിലനിൽക്കുക. ഇതായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. അങ്ങനെ പുലയർ സമൂഹം ആദ്യമായി സ്വന്തം ശബ്ദം കണ്ടെത്തി. അടിമകളായി മാത്രം ജീവിച്ചവർ ഒന്നായി ഉയർന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ അയ്യങ്കാളിയുടെ ശബ്ദം നിയമസഭയിലേക്കും എത്തി. അവൻ അവിടെ അംഗമായി. അടിമ സമൂഹത്തിന്റെ വേദന നിയമസഭയുടെ രേഖകളിൽ എഴുതപ്പെട്ടു. മേലാളർക്ക് അത് കേൾക്കേണ്ടി വന്നു. ഗാന്ധിജി പോലും അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി. അങ്ങനെ 1941 ജൂൺ 18 അയ്യങ്കാളിയുടെ ജീവിതം അവസാനിച്ചു. പക്ഷെ അവന്റെ കഥ അവിടെ തീർന്നില്ല. അത് തലമുറകളിലൂടെ ഒഴുകുന്ന പ്രചോദനമാണ്. വിദ്യാഭ്യാസത്തിനും പൊതുവഴികളിൽ നടക്കാനുള്ള അവകാശത്തിനും തൊഴിലാളികളുടെ മാന്യതയ്ക്കും വേണ്ടി അവൻ നയിച്ച വിപ്ലവം കേരളത്തിന്റെ ആത്മാവിനെ തന്നെ മാറ്റിമറിച്ചു. വയലുകളിൽ പാടിയ തൊഴിലാളികളുടെ ശബ്ദത്തിൽ, സ്കൂളുകളിൽ കയറിയ പുലയർ കുട്ടികളുടെ കണ്ണുകളിൽ, അഭിമാനത്തോടെ വഴികളിൽ നടക്കുന്നവരുടെ ചുവടുകളിൽ അയ്യങ്കാളി ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മോട് പറയുന്നു, അനീതിക്കെതിരെ പൊരുതുക, അറിവ് തേടുക, ഒന്നായി നിലനിൽക്കുക, തലയുയർത്തി മനുഷ്യനായി ജീവിക്കുക. സൂര്യന്റെ പൊടിപടലങ്ങളിൽ തുടങ്ങി ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട മഹാകഥയാണ് അയ്യങ്കാളി. ഒരു വില്ലുവണ്ടിയിൽ നിന്ന് പിറന്ന് ഒരു ജനതയെ മനുഷ്യരാക്കിയ വീരനായകൻ. കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങളുടെ അടിത്തറയിട്ട അയ്യങ്കാളി വിപ്ലവത്തിന്റെ മഹാഗാനമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകുന്ന ഒരു അനശ്വരമായ പാഠം.